സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ ഇപ്പോഴ് IPL നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ IPL ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ക്രിക്കറ്റ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ IPL കാണുന്നൊരു വ്യക്തിയായിരിക്കും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് ഈ IPL മാച്ച് കണ്ടുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോൾ IPL മാച്ച് കാണാൻ ഇരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹെഡ്ഫോൺസ് വെക്കുക. അതുപയോഗിച്ച് നിങ്ങൾ കേൾക്കുക. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് ക്രിക്കറ്റ് കമൻട്രി കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. തീർച്ചയായിട്ടും, അല്ലേ? എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ ഈ കമൻട്രി കേൾക്കുമ്പോഴെന്താണ്, ആ ഇംഗ്ലീഷ് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് ഇതങ്ങോട്ട് ക്യാപ്ചർ ആവും. അത് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഇത് പറയാൻ വേണ്ടി പഠിക്കും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയാണ്. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും നല്ല വിദ്യ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ കേൾക്കുക എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഭാഷ നമ്മളിത് എങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ കേട്ടുകൊണ്ടാണ് പഠിച്ചത്, അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ഒരു IPL മാച്ച് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അവൈലബിൾ ആണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം സൗണ്ടിൽ നിങ്ങളുടെ ചെവിയിലേക്ക് വെച്ച് നിങ്ങളിത് കാണുക. ശ്രദ്ധിക്കുക, നിങ്ങൾ കളിയിൽ ശ്രദ്ധിച്ചോ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്യാപ്ചർ ആവും. ഇനിയിപ്പോഴും നിങ്ങൾക്ക് ക്രിക്കറ്റ് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് ഇപ്പോൾ കുക്കിംഗ് വളരെ താല്പര്യമാണ്, അല്ലെങ്കിൽ മേക്കപ്പ് താല്പര്യമുള്ളവരാണ്. ഇപ്പോഴാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ മിക്കവർക്കും, ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ക്രിക്കറ്റ് വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം എനിക്കിങ്ങനെ ഡിസ്കഷൻസ്, പൊളിറ്റിക്കൽ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ഇവിടെ ഹിസ്റ്ററി കാണാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡിസ്കഷൻസ്, ചർച്ചകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്രിക്കറ്റ് ഇപ്പോൾ കാണാനിരിക്കുമ്പോൾ ആ അവസരം ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ മടുക്കത്തില്ല, അല്ലേ? ഞാനിപ്പോഴും നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് ഏതാണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങൾക്കിന്ന് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണത്തില്ല. എന്താണ് കാരണം? നിങ്ങൾക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് നിർബന്ധമായിട്ട് പറഞ്ഞാൽ ഞാനുള്ള ആ സമയത്ത് നിങ്ങൾ ഒരു 2 മിനിറ്റ് കാണും, അതിനുശേഷം മാറ്റും, അല്ലേ? പക്ഷെ നിങ്ങൾ താല്പര്യമുള്ളൊരു കാര്യമാണെങ്കിലോ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? എപ്പോഴും എനിക്കാണെങ്കിൽ ഇലക്ഷൻ്റെ ഒക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് വാർത്ത കേൾക്കും. അപ്പോൾ ചിലർക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റീവായിട്ട് പോകും, അല്ലേ? അങ്ങനെ നമ്മൾ എങ്ങനെയാണ് നമ്മളിത് പഠിക്കേണ്ടത്? നമ്മൾ ഏത് ഭാഷ പഠിക്കാനും ഏറ്റവും നല്ല ഒരു വിദ്യ എന്താണെന്ന് ചോദിച്ചാൽ അതുമായിട്ട് നമുക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആ കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ IPL മാച്ച് കാണുക. അത് എങ്ങനെ കാണണം? ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് കാണുക. അതിനുശേഷം എന്താണ്, നിങ്ങൾക്ക് ഇത് വീണ്ടും നിങ്ങൾ ഒരു മാച്ചാണ് ഒരു തവണ കണ്ടു, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിക്കുക. ആ കമൻട്രി നിങ്ങൾ കേൾക്കുക, കേട്ടോ. നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ ചെവിയിലേക്ക് വന്ന് അത് ബ്രെയിനിലേക്ക് എത്തിക്കോളും. അതല്ല, നിങ്ങൾക്ക് IPL കാണാൻ താല്പര്യമില്ല, ക്രിക്കറ്റ് കാണാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് കുക്കറി കാണുക, അല്ലെങ്കിൽ ബ്യൂട്ടി, മേക്കപ്പ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കാണുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം കാണുക. 2, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് കൂട്ടിക്കോ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ഭാഷയാണ്, അല്ലേ? ഇപ്പോൾ നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഭാഷയാണ് നമുക്കറിയാവുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ഭാഷയാണ് കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണമെന്നില്ല, പ്രത്യേകിച്ച് അവരുടെ ആക്സെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഒന്നും പഠിക്കണം, ഡോണ്ട് വറി. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, അല്ലേ? മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ കോവളത്തൊക്കെ ഒന്ന് പോയി നോക്കി. കോവളത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും എന്താണ് ഈ സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന കുഞ്ഞു പിള്ളേർ. അവർ പറയുന്ന ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ്, അല്ലേ?
അവരെങ്ങനെയാണ് പഠിച്ചത്? അവർ കേട്ടാണ് പഠിച്ചത് അല്ലേ? യാതൊരു വിദ്യാഭ്യാസമില്ല, അവർ സ്കൂളിൽ പോലും പോയിട്ടില്ലാത്തവരാണ്. കാരണം എന്താണ്? അവർ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എങ്കിലും അവരുടെ ഇംഗ്ലീഷ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. പക്ഷേ ഇതെങ്ങനെയാണ് ഇവർ പഠിച്ചത്? അവർ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, ഇവർ കേട്ടാണ് പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ IPL നിങ്ങൾ നന്നായിട്ട് കാണുക, അതിനെ വിനിയോഗിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.